Hi students, welcome to my new video. This video deals with the topic dividend policy. As we know, shareholders are the owners of the company and they are the suppliers of capital in a company. Naturally, they expect some return on their investment, and this return given to the shareholders' investment is called dividend. It is recommended by the directors in the company or in the board meeting and declared in the general meeting. ഓക്കെ, അപ്പോൾ ഷെയർഹോൾഡേഴ്സിൻ്റെ നമുക്കറിയാം ഷെയർഹോൾഡേഴ്സ് ആണ് ഓർഗനൈസേഷൻ്റെ ഓണേഴ്സ്. അവരാണ് നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ട് അവർ നമുക്ക് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് തരുമ്പോൾ അതിനൊരു റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെയാണ് എന്ത് പറയുക, ഡിവിഡൻഡ്. The term dividend refers to that part of divisible profits among its shareholders, or this is that portion of company's profit which is distributed among its shareholders as a percentage of par value of share or at a fixed rate per share according to the decision of its board of directors. അപ്പോൾ ഓർഗനൈസേഷന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം അത് ഓരോ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാം. ആ ഒരു അവരുടെ ആ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോഫിറ്റ്, അതിനെ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഫിക്സഡ് ആവാം അല്ലെങ്കിൽ വേരിയബിൾ ആവാം. ഫിക്സഡ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്, കാരണം എല്ലാ വർഷവും ഒരുപോലെ പ്രോഫിറ്റ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എക്സ്റ്റേണൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടന്നിട്ടുള്ള ഒരു ഫേം ആണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്കായിരിക്കും കൂടുതൽ റിട്ടേൺ കൊടുക്കാനായിട്ട് പ്രിഫറൻസ് ഉണ്ടായിരിക്കാം. അതെല്ലാം കഴിഞ്ഞ അവസാനമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ചില ഫേമുകൾ അങ്ങനെ ഒരു പോളിസി വെക്കും ഫിക്സഡ് വേണമെന്ന്. അല്ലാത്ത കേസസിലൊക്കെ വേരിയബിൾ ആയിരിക്കും മിക്കവാറും ഡിവിഡൻഡ് വരിക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ. Then ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻസ്. There are several forms of dividends: cash dividend, stock dividend, bond dividend, etc. First one, cash dividend. Cash dividend is the most popular form of dividend. They are paid to the shareholders in the form of cash. And this type of dividends are again divided into regular cash dividend, extra cash dividend, special cash dividend, liquidating dividend, interim dividend, etc. First one, regular cash dividend. Here the payments, cash payments made directly to the shareholders, usually each quarter. ഇത് ഷെയർഹോൾഡേഴ്സിന് ക്യാഷിന്റെ ഫോമിലാണ് ഡിവിഡൻഡ് കൊടുക്കുക. ദെൻ അത് റെഗുലർ ആയിട്ട് കൊടുക്കും. അതിന്റെ ക്വാർട്ടർ, ചിലപ്പോൾ അത് ക്വാർട്ടർ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ അത് ഇയർ വൈസ് ആയിട്ടായിരിക്കും കൊടുക്കുക. അത് റെഗുലർ ആയിട്ട് കൊടുക്കുന്നതാണ് റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. Then extra cash dividend, indication that the extra amount may not be repeated in the future. So cash റെഗുലർ ആയിട്ട് കൊടുക്കുന്ന ക്യാഷ് ഡിവിഡൻഡിന്റെ കൂടെ കൊടുക്കുന്ന എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നതാണ് അത് എക്സ്ട്രാ ക്യാഷ് ഡിവിഡൻഡ്. ദെൻ സ്പെഷ്യൽ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്യാഷ് ഡിവിഡൻഡിന്റെ പോലെ തന്നെയാണ്. അത് എല്ലായ്പ്പോഴും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോഴാണ് ആ എക്സ്ട്രാ ഉള്ളത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുകയുള്ളൂ. അത് എല്ലായ്പ്പോഴും കൊടുക്കണമെന്നില്ല, സാഹചര്യം അനുസരിച്ച്. ദെൻ ലിക്വിഡേറ്റിംഗ് എമൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസേഷന്റെ ആ ഒരു ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അതിന്റെ ആ പ്രോഫിറ്റ് നിന്ന് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. There are another type of dividend, interim dividend. This is the dividend declared before the declaration of final dividend, and this is declared at any time between the two annual general meetings. These all are cash dividends. Then next we move on to stock dividend. Companies not having sufficient cash generally pay dividend in the form of shares by capitalizing the past reserves and profits. അപ്പോൾ ആദ്യത്തെ ഒരു ടൈപ്പാണ് ക്യാഷ് ഡിവിഡൻഡ്. ബാക്കി എല്ലാതും ക്യാഷ്, കൂടുതലും ക്യാഷും അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാനായിട്ട് ഇല്ലാത്ത സിറ്റുവേഷൻ, സഫീഷ്യന്റ് ക്യാഷ് വരാത്ത സിറ്റുവേഷനിലാണ് ഈ ബാക്കി ടൈപ്സ് ഡിവിഡൻഡ്സ് കൊടുക്കുക. അതിൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് റിസർവ്സിനൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷൻസ് ഡിവിഡൻഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഷെയർസിന്റെ ഫോമിലാണ് ഇത് ഡിവിഡൻഡ് കൊടുക്കുക. ഇതിന് നമുക്ക് ബോണസ് ഷെയർ എന്നും കൂടെ പറയാം.
ദെൻ ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്. അവിടെ ഡിവിഡൻഡ് എന്തിന്റെ ഫോമിലായിരിക്കും കൊടുക്കുക? ഡിബഞ്ചറിന്റെയോ ബോണ്ടിന്റെയോ അല്ലെങ്കിൽ നോട്ട് ഫോർ എ ലോങ് ടേം പീരീഡ് ആയിട്ടായിരിക്കും കൊടുക്കുക, ബെയറിംഗ് ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സഡ് റേറ്റ് ആയിട്ട്. Then next one, property dividend. Sometimes dividend is paid in the form of asset instead of paying dividend in cash. അങ്ങനെ പ്രോപ്പർട്ടി ഫോമിൽ, അസറ്റ് ഫോമിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് ഫോർത്ത് വൺ. ദെൻ കോമ്പോസിറ്റ് ഡിവിഡൻഡ്. കോമ്പോസിറ്റ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞതിന്റെ പലതിന് കോമ്പിനേഷൻ ആയിട്ട് ഡിവിഡൻഡ് വരുന്നതാണ്. ക്യാഷ് ആവാം, അല്ലെങ്കിൽ ക്യാഷും പ്ലസ് സ്റ്റോക്ക് ആവാം, ഓർ ക്യാഷ് പ്ലസ് ബോണ്ട് ആവാം, ഓർ അങ്ങനെ പല രീതിയിൽ അതിന്റെ കോമ്പോസിറ്റ് ആയിട്ട് വരുന്നതാണിത്. ദെൻ ഓപ്ഷണൽ ഡിവിഡൻഡ്. ഓപ്ഷണൽ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹോൾഡർക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ് ഇത് വേണം. ഇന്ററിം ഡിവിഡൻഡ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണിത് ഇന്ററിം ഡിവിഡൻഡ്. ദെൻ സ്പെഷ്യൽ ഡിവിഡൻഡ്. സ്പെഷ്യൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് അത് സ്പെഷ്യൽ കേസസിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോഫിറ്റ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിവിഡൻഡ് പോളിസി. What do you mean by dividend policy? The policy relating to the distribution of dividend is known as dividend policy. That is, this refers to the explicit or implicit decision of the board of directors regarding the amount of residual earnings that should be distributed to the shareholders of the corporation. ഓർഗനൈസേഷനിൽ അവർ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ്, അതിൽ എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് റീറ്റെയിൻ ചെയ്യണം എന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കും. അതിൽ ആ ഡിവിഡൻഡ് ആയിട്ട് എത്ര പെർസെൻറ്റേജ്, എത്ര പ്രൊപ്പോർഷൻ കൊടുക്കണം എന്നാ തീരുമാനിക്കുന്നത്. അതിന്റെ ആ ഒരു മെത്തേഡ്, അതിനെയാണ് എന്ത് പറയാ? ഡിവിഡൻഡ് പോളിസി. Decision of the board of directors regarding the amount of residual earnings that should be distributed to the shareholders. ദെൻ നമ്മളിത് മുൻപ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? ഈ ഫിനാൻസിങ് ഡിസിഷന്റെ ഭാഗമാണ് ഡിവിഡൻഡ് ഡിസിഷൻ വരുന്നത്, ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. ദെൻ ഇനി അടുത്തത് ഡിവിഡൻഡ് പേയ്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ അതിൽ കുറച്ച് അറിഞ്ഞിരിക്കുന്ന ഡേറ്റുകളാണ്. ഡിക്ലറേഷൻ ഡേറ്റ്. ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണോ ഡിവിഡൻഡ് കൊടുക്കുക, എത്ര ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ്, അതാണ് ഡിക്ലറേഷൻ ഡേറ്റ്. ദെൻ ഡേറ്റ് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ, date on which the shareholders register is closed after trading day and all those who are listed will receive the dividend. ആരൊക്കെയാണോ ഓർഗനൈസേഷനിൽ അവരുടെ ഷെയർ വാങ്ങിയിട്ടുള്ളത് അവര് എല്ലാവരും ഡിവിഡൻഡ് റിസീവ് ചെയ്ത് രജിസ്റ്റർ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതാണ് ഡേറ്റ് ഓഫ് റെക്കോർഡ്. The next dividend date എന്ന് പറയുന്നത് the date, this is the date that the value of the firm's common shares will reflect the dividend payment. X means without. ഇവിടെ ഡിവിഡൻഡ് പേയ്മെന്റിന്റെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഷെയറിന്റെ വാല്യൂല് കോമൺ സ്റ്റോക്കിൽ കാണിക്കുന്നത്, അത് ആ ഒരു ഡേറ്റ് ആണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, അത് ചെക്കിന്റെ ഫോമിലായിരിക്കും. അപ്പൊ ആ ചെക്കായിട്ട് അവർക്ക് ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്ന ആ ഡേറ്റ്, അതാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ദെൻ ഇനി ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് ആണ് അടുത്തത്. ഡിവിഡൻഡ് പോളിസി പറയുമ്പോൾ പല ടൈപ്പ് ഡിവിഡൻഡ് പോളിസീസ് ഉണ്ട്. ഇതിൽ കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ ഉണ്ട്, റെഗുലർ വേഴ്സസ് ഇറഗുലർ ഉണ്ട്, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി നോക്കാം. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, stability of dividend means consistency in dividend payment. Thus, stable dividend policy means this is the one that maintains regularity in paying some dividend, even though the earnings fluctuate from year to year. Okay, this means the payment of a certain minimum amount of dividend regularly. അപ്പോൾ റെഗുലർ ആയിട്ട് കറക്റ്റ് എല്ലാ എമൗണ്ട് എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു എമൗണ്ട് ആവാം, അല്ലെങ്കിൽ ചില പെർസെൻറ്റേജ് ആയിരിക്കാം, അത് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാ വർഷവും കൊടുക്കാം. ഒരു കോമൺ ആയിട്ട് പോളിസി എല്ലാ വർഷവും ഫോളോ ചെയ്യുന്നതാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ആൻഡ് ദിസ് ക്യാൻ ടേക്ക് ദ ഫോളോയിങ് 3 distinct form. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പൊ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയിൽ തന്നെ വരുന്നതാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ, then constant percentage of earnings and constant dividend per share plus extra dividend. അപ്പൊ അതിൽ കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഷെയറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യണത്, ഫിക്സഡ് എമൗണ്ട് ആണ് അവിടെ കൊടുക്കുക എല്ലാ വർഷവും. ദെൻ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഏർണിങ്സിന്റെ
10% എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എത്രയാണ് earnings കിട്ടുക അതിന്റെ 10% വെച്ച് എല്ലാ വർഷവും കൊടുക്കുക. അവിടെ percentage ആണ് constant. Then third one, constant dividend per share plus extra dividend. അപ്പൊ മൂന്നാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് കേസ് പറഞ്ഞു കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിന് ഇത്ര എമൗണ്ട് പ്ലസ് അതിന്റെ കൂടെ എക്സ്ട്രാ പ്രോഫിറ്റ് വരുന്ന കേസ് ആവുമ്പോൾ അതിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കുക, എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും. ഇതാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേംസ് ആണെങ്കിൽ അതിന് കുറെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം അത് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും. എല്ലാ വർഷവും അവർക്ക് ഡിവിഡൻഡ് കിട്ടും എന്നുള്ള ഒരു അട്രാക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അതിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കും. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട് അഡ്വാൻറ്റേജ്, ഷെയർ ഹോൾഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട് അതിന് അഡ്വാൻറ്റേജ്. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഗുഡ് വില് കൂടും, കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവും, അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഡേഞ്ചേഴ്സും ഉണ്ട് അതിന്. കാരണം എല്ലാ വർഷവും പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിലാണ് അവർക്ക് ഈ പറഞ്ഞ പോളിസി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി പേ ചെയ്യില്ല, അപ്പൊ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ആണ് ഫോളോ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഇനി അവർക്ക് അത് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ അത് ഗുഡ് വില്ലിനൊക്കെ എഫക്ട് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് നെക്സ്റ്റ് ടൈപ്പ് ആണ്, അതായത് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി. അപ്പൊ അതിൽ റെഗുലർ ഡിവിഡൻഡ് പോളിസി പറഞ്ഞല്ലോ. ഇറഗുലർ വേഴ്സസ് ഇറഗുലർ എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ അതിൽ റെഗുലർ ഡിവിഡൻഡ് പോളിസി ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും റെഗുലർ ആയിട്ട് ആ പറഞ്ഞ പീരീഡിൽ ഡിവിഡൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിൽ തന്നെ വീണ്ടും ടൈപ്സ് വരുന്നുണ്ട് കേട്ടോ. റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് കൊടുക്കുക പ്ലസ് അതിന്റെ കൂടെ എക്സ്ട്രാ ഡിവിഡൻഡും കൂടെ കൊടുക്കുന്നത്. ദെൻ റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി ഉണ്ട്. അപ്പൊ അവിടെ കൊടുക്കുന്നത് റെഗുലർ ആയിട്ട് സ്റ്റോക്ക് ആണ് ഇഷ്യൂ ചെയ്യുക ക്യാഷിന് പകരം. ഓക്കെ, ഇൻ lieu of cash they issue shares regularly to the existing shareholders. Then next one, regular dividend plus stock dividend policy. അപ്പൊ അത് രണ്ടിന്റെയും കോമ്പിനേഷൻ, നേരത്തെ പറഞ്ഞതിന്റെ കോമ്പിനേഷൻ ആണ്. റെഗുലർ ഡിവിഡൻഡും ഉണ്ടാവും പ്ലസ് അതിന്റെ കൂടെ എന്ത് കൂടെ ഉണ്ടാവും, സ്റ്റോക്ക് ഡിവിഡൻഡും കൂടെ ഉണ്ടായിരിക്കും. ദെൻ ഇറഗുലർ ഡിവിഡൻഡ് ആണ്. ഇറഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ഏർണിങ്സ് ഉള്ള ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന പോളിസിയാണത്. Under this policy, higher rates of dividend shall be paid in the years of higher profits and lower rates of dividend paid in the years of lesser profits. ഇതാണ് irregular. Then conservative and liberal ആണ് അടുത്തത്. കൺസർവേറ്റീവ് ലിബറൽ പോളിസി എന്ന് പറയുമ്പോൾ അവിടെ സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് വെച്ചാൽ അവിടെ കൂടുതലും മാനേജ്മെന്റ് നോക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് അത്യാവശ്യം വന്നാൽ അത് ആ കണ്ടീജൻസി വന്നാൽ മീറ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടോ. അങ്ങനെ ഫണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ റീറ്റെയിൻ ചെയ്യണം. അപ്പൊ കുറച്ച് എമൗണ്ട് മാത്രമാണ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ലിബറൽ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനാണ് അവർ നോക്കുക. അപ്പൊ അവർ കൂടുതൽ ലിബറൽ ആയിട്ടുള്ള ഡിവിഡൻഡ് ഇഷ്യൂ ആയിരിക്കും, ഡിവിഡൻഡ് പേയ്മെന്റ് ആയിരിക്കും അവർ ചെയ്യുക. Okay, that's all about the types of dividend policy. This is a very important topic. Okay, next we move on to the determinant or factors affecting dividend policy. ഓർഗനൈസേഷനിൽ അവരുടെ ഡിവിഡൻഡ് പോളിസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. മെയിൻലി ദർ ആർ two types of or two factors, internal factors and external factors. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി. ഓക്കെ, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ അവൈലബിലിറ്റി ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്, അതായത് ഓർഗനൈസേഷനിൽ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാ എക്സ്റ്റേണൽ പാർട്ടീസിനും കൊടുക്കാനുള്ളത് കൊടുത്ത് തീർന്നതിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി. Then availability of profitable reinvestment opportunities. അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുള്ളൂ, ബാക്കി റീറ്റെയിൻ ചെയ്യാം. അതുപോലെ അടുത്ത അവൈലബിലിറ്റി ഓഫ് ലിക്വിഡിറ്റി, ഓർഗനൈസേഷന്റെ ലിക്വിഡിറ്റി പൊസിഷൻ നോക്കും. ആ ലിക്വിഡിറ്റി അതായത് അത്യാവശ്യത്തിന് ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു ക്യാഷ് ഡിവിഡൻഡ് ആയിരിക്കും. ഇനി ക്യാഷ് ഇല്ല, പകരം റിസർവ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് ആയിരിക്കും കൊടുക്കുക. അപ്പൊ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഡിവിഡൻഡ് പോളിസിനെ എഫക്ട് ചെയ്യുന്നതാണ്. ദെൻ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഡിവിഡൻഡ് പോളിസിയിൽ ചേഞ്ചസ് വരുത്തും. ദെൻ മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് ഡിവിഡൻഡ് ഓഫർ ചെയ്യാം. അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവും, അപ്പോൾ സെക്യൂരിറ്റിയുടെ വാല്യൂ കൂടും. അങ്ങനെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന്റെ ആ ഒരു ഇഫക്റ്റ് എന്താ നോക്കുക.
ദെൻ ഷെയർ ഹോൾഡിങ്ങിന്റെ കോമ്പസിഷൻ എല്ലാതും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും റെഗുലർ ആയിട്ട് ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ കോമ്പോസിഷൻ നോക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ പോളിസി, ഡിവിഡൻഡ് പോളിസി നോക്കുക. അതായത് ചില ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയാണ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അവരുടെ റെസ്ട്രിക്ഷൻ, ചിലപ്പോൾ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ റെസ്ട്രിക്റ്റീവ് കവനൻസ് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചതാണ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ കേസിലും അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി, ബാക്കി അവരുടെ റീപേയ്മെന്റിലേക്കോ അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാനൊക്കെ ആയിട്ട് അവർ കണ്ടീഷൻ വെക്കും. അപ്പൊ അത് നോക്കണം. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഓഫ് ആക്സസ് ടു എക്സ്റ്റേണൽ സോഴ്സസ്. നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസ് കിട്ടാൻ ഒരു വഴിയില്ല. ഇന്റേണൽ ആയിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുള്ളൂ, ബാക്കി റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. ദെൻ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന്റെ അവരുടെ ആറ്റിറ്റ്യൂഡ്. ചിലര് കൺസർവേറ്റീവ് കാറ്റഗറി പെട്ടതായിരിക്കും. കൂടുതൽ കൺസർവേറ്റീവ് കാറ്റഗറി പെട്ടതാണെങ്കിൽ അവർ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കില്ല, റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡും കൂടെ നോക്കണം. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസിയിൽ വരിക. അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ അതിൽ പറയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ട്രേഡ് സൈക്കിൾ, ലീഗൽ റിക്വയർമെന്റ്സ്, കോർപ്പറേറ്റ് ടാക്സ്, ദെൻ ജനറൽ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി, ദെൻ കണ്ടീഷൻസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ഗവൺമെന്റ് പോളിസി എക്സെട്ര. All these are the external factors that affect the dividend policy. Okay, then next we move on to the theories of dividend. Theories of dividend. These theories are divided into two categories: relevance theories and irrelevance theory. Relevance theory means this consider dividend decision to be relevant as it's affect the value of the firm. Mainly there are two others that propound this theory, Walter's model and Gordon model. And next one, irrelevance theory. Irrelevance theory does not consider dividend decision that affect the value of the firm, or which consider dividend decision to be irrelevant as it does not affect the value of the firm. Modigliani and Miller ആണ് ഈ ഒരു തിയറി, റെലവൻസ് തിയറി, ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഓരോ തിയറി എല്ലായിട്ട് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞതിൽ റെലവൻറ്റ് തിയറിയിൽ ആദ്യത്തെ തിയറിയാണ് ഗോർഡൻസ് മോഡൽ. റെലവൻറ്റ് തിയറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർഗനൈസേഷന്റെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അത് ആ ഓർഗനൈസേഷന്റെ വാല്യൂവിനെ അല്ലെങ്കിൽ ഫേമിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ അത് ചേഞ്ചസ് ഉണ്ടാക്കും എന്ന് പറയുന്നതാണ് എന്ത്, റെലവൻസ് തിയറി. നമ്മൾ ഇതിനു മുൻപ് റെലവൻസ് തിയറി വേറെ പഠിച്ചിരുന്നു. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റെലവൻസ് തിയറിയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ക്യാപിറ്റലും ഇക്വിറ്റി ക്യാപിറ്റലും നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് ഫേമിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫേമിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഗോർഡൻസ് മോഡലിൽ പറഞ്ഞിരിക്കുന്നത്. According to Professor Gordon, dividend policy almost always affect the value of the firm. He showed how dividend policy can be used to maximize the wealth of shareholders. അപ്പോൾ ഷെയർഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിൽ ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ആണ്, അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The model holds that the shares market price is equal to the sum of shares discounted future dividend payment. Then ഇതിനെ ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറയുക, അല്ലെങ്കിൽ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ് എന്നും കൂടെ പറയാറുണ്ട്. കാരണം എന്താണ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഡിവിഡൻഡിനാണ് ഫ്യൂച്ചറിൽ കിട്ടും എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ വാല്യൂ. ആ ഒരു ഇതിനനുസരിച്ചാണ്, ആ പ്രസന്റ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു തിയറി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്നും കൂടെ പറയാം. ദെൻ ഈ ഒരു ഇക്വേഷൻ അതിന്റെ ഡിസിഷൻ ആണത്, ഡിവിഡൻഡ് കൊടുക്കണോ അല്ലെങ്കിൽ നമ്മളത് റീറ്റെയിൻ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ മൂന്ന് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ആർ ഗ്രേറ്റർ ദാൻ കെ ഗ്രേറ്റർ ദാൻ ജി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ലെസ് ഡിവിഡൻഡ് ആൻഡ് റീറ്റെയിൻ ഹൈ പ്രോഫിറ്റ്. കാരണം എന്താ, അവർക്ക് അവിടെ എന്ത് ചെയ്യണം, ഗ്രോത്ത് റേറ്റ് ഏറ്റവും കുറവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, അത് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫേമിനെ ഒന്നും കൂടി പ്രോഫിറ്റബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ബെറ്റർ. അതുകൊണ്ട് റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ നമുക്ക് ഫണ്ട് റീറ്റെയിൻ ചെയ്യണം. അടുത്ത കേസ് ആർ ലെസ് ദാൻ കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനി
കൂടുതലും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നല്ലത്. എന്നാലാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ആർ ഈക്വൽ ടു കെ ആണെങ്കിൽ അവിടെ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വലിയ എഫക്റ്റ് ഒന്നുമില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി എങ്ങനെയാണ് ഗോർഡൻസ് മോഡൽ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് EPS വേണം, ദെൻ റീടെൻഷൻ റേഷ്യോ വേണം, ദെൻ കോസ്റ്റ് വേണം, ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വേണം, ദെൻ ഫേമിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. EPS മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ മൈനസ് ബി ആർ. അപ്പൊ അതില് ഈ ഒരു മോഡലിലെ ഒരു അസംഷൻ ആണ് ഇവിടെ ബി ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റിന് ഈക്വലന്റ് ആണെന്നുള്ളത്. ജി ഇസ് ഈക്വൽ ടു ബി ആർ. ഓക്കെ, അപ്പൊ അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ബി ആർ അത് ഗോർഡൻ മോഡലിൽ പറഞ്ഞിട്ടുള്ള ഒരു അസംഷൻ ആണത്, ജി ഇസ് ഈക്വൽ ടു ബി ആർ എന്നുള്ളത് കേട്ടോ. ദെൻ അതിന്റെ അസംഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അസംഷൻ പറഞ്ഞിരിക്കുന്നതിൽ ഓർഗനൈസേഷനിലെല്ലാം ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്, ഡെറ്റ് ക്യാപിറ്റൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫിനാൻസിങ് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാതും അവര് റീറ്റെയിൻഡ് ഏർണിങ്സ് വെച്ചിട്ടാണ് ഫിനാൻസിങ് ചെയ്യണത്. പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഫിനാൻസ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിലേക്ക് പോകുന്നില്ല, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് യൂസ് ചെയ്യുക. ദെൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആയിരിക്കും. ആനുവൽ ഗ്രോത്ത് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് എക്സ്പെക്റ്റഡും ആയിരിക്കും. ദെൻ റീടെൻഷൻ റേഷ്യോയും ഗ്രോത്ത്, ദെൻ റേറ്റ് ഓഫ് റിട്ടേണും, റീടെൻഷൻ റേഷ്യോയും റേറ്റ് ഓഫ് റിട്ടേണും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രോത്ത് റേറ്റ്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഗ്രോത്ത് റേറ്റ്. കമ്പനിക്ക് പെർപ്പച്വൽ ലൈഫ് ഉണ്ട്, അതുപോലെ ടാക്സ് ഇല്ല. ഈ അസംഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗോർഡൻ ഡിവിഡൻഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് EPS തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ദെൻ ഷെയറിൽ അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പേ ഔട്ട് റേഷ്യോസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 സിറ്റുവേഷനിലുള്ള കാൽക്കുലേഷൻ വരും. 8%, 10%, 15%, then 40%, 80%, 100%. അപ്പൊ 9 സിറ്റുവേഷനിലുള്ളത് കാണണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോളം വരച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആദ്യം തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതുക, ദെൻ കോളം കൊടുക്കുക. കോളം കൊടുക്കേണ്ടത് 3 സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ 3 കോളം കൊടുക്കുക. R is equal to 8%, R is equal to 10%, R is equal to 15%. ദെൻ ഇനി ഇതിൽ 3 സിറ്റുവേഷൻ വരും. അപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ എടുക്കാം. പേ ഔട്ട് റേഷ്യോ 40%. പേ ഔട്ട് റേഷ്യോ 40% ആണെന്നുണ്ടെങ്കിൽ റീടെൻഷൻ റേഷ്യോ എന്ത് വരും, നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റ് 100%. ഈ 100%ന്റെ 40% പേ ഔട്ട് ആണെങ്കിൽ ബാക്കിയുള്ളത് എന്താ, 60% റീടെൻഷൻ. അതേപോലെ തന്നെ 80% പേ ഔട്ട് ആണെങ്കിൽ ബാക്കിയുള്ള 20% റീടെൻഷൻ റേഷ്യോ. ദെൻ 100% പേ ഔട്ട് ആണെങ്കിൽ റീടെൻഷൻ റേഷ്യോ 0%. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ച് നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ, 10. 1 മൈനസ് ദെൻ ബി എന്ന് പറയുന്നത് റീടെൻഷൻ റേഷ്യോ. ഇവിടെ പറഞ്ഞു 40% പേ ഔട്ട് ആണെങ്കിൽ 60% റീടെൻഷൻ. 1 മൈനസ് 0.6 ഡിവൈഡഡ് ബൈ 0.10 കെ തന്നിട്ടുണ്ട്, 0.10 മൈനസ് 0.6 ഇൻറ്റു 0.08, ഇതാണ് R. ഇപ്പൊ ബി ഇൻറ്റു ആർ. ഇത് ഓരോന്നിനും അതിന്റെ ആ കോളം വരുന്നതിനനുസരിച്ച് ചെയ്യാം. ഇത് റോ വൈസ് എടുക്കുകയാണെങ്കിൽ 6 മാത്രമേ മാറുള്ളൂ, ഇവിടുത്തെ 6 മാത്രം മാറുള്ളൂ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും പ്രൈസ് 77, 100, 400. ദെൻ അടുത്തത് റീടെൻഷൻ റേഷ്യോ 80%, പേ ഔട്ട് റേഷ്യോ 80%, റീടെൻഷൻ റേഷ്യോ 20%. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ എടുത്തതിൽ എന്ത് മാറി, ഈ പറഞ്ഞ ബി എന്നുള്ളത് മാറി, ബി. ദെൻ 6 വരുന്നതിലും 3 സിറ്റുവേഷനിൽ ചേഞ്ച് വന്നു. ദെൻ പ്രൈസ് കിട്ടി. ഇനി അടുത്തത് 100% വന്നാൽ ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നു. അപ്പൊ ഈ ഒരു പോർഷൻ മൊത്തം അത് ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, P0 എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 0.10 വന്നു. അപ്പൊ എല്ലാത്തിന്റെയും പ്രൈസ് എന്ത് വന്നു, 100 റുപ്പീസ് വന്നു. ദെൻ ഇനി ഇതിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ 3 സിറ്റുവേഷനാണ് വരിക. R less than KE, R is equal to KE, then R greater than KE. Okay, then ഈ 3 സിറ്റുവേഷനിൽ നമുക്ക് പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എങ്ങനെയാന്ന് നോക്കാം. The first situation, R greater than less than KE വന്നപ്പോൾ നോക്കാം, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40% വന്നപ്പോൾ
ഇവിടെ 77 ആണ് പ്രൈസ്. ദെൻ 80% വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രൈസ് കൂടി, 95 ആയി. വീണ്ടും 100% ആയപ്പോൾ വീണ്ടും പ്രൈസ് കൂടി. പക്ഷേ സെക്കൻഡ് കേസ് എടുക്കുക, അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, പ്രൈസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നടുക്കത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നും 100 rupees വരിക. അടുത്തത് ഗ്രേറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും പേ ഔട്ട് റേഷ്യോ വരുന്നത് 100% വരുമ്പോൾ പ്രൈസ് അത് ഓക്കെ, ഈ സിറ്റുവേഷനിൽ 100%, 60% പേ ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ 400 ആയി. കൂടി കഴിഞ്ഞപ്പോഴോ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു വരിക ചെയ്തത്. അപ്പൊ ഇതാണ് ഇവിടെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു വാൾട്ടേഴ്സ് മോഡൽ. ഇതും റെലവൻസ് മോഡൽ തന്നെയാണ്. Professor James C. Walter argued that in the long run, the share prices reflect only the present value of expected dividend. അപ്പോൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഡിവിഡൻഡ് തന്നെയാണ്, ആ ഡിവിഡൻഡിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, മാർക്കറ്റ് പ്രൈസ്. ഇതാണ് വാൾട്ടേഴ്സ് മോഡലിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണത്, ഡി പ്ലസ് ആർ ബൈ കെ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ. അതിൽ ഡി എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്, ഇ എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ. ആറും കെ ഒക്കെ നമുക്കറിയാം. ഓക്കെ, ദെൻ ഇക്വേഷൻ, ഇതിൽ അടുത്തൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ D1 ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി എന്ന് തന്നാൽ എന്ത് കാണാം, പ്രൈസ് കാണാം, മാർക്കറ്റ് പ്രൈസ് കാണാം കേട്ടോ. ഇനി ഇതിലും അസംഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ അസംഷൻസ് ഏകദേശം ഒക്കെ തന്നെയാണ് ഇതിലും വരിക. എല്ലാ ഫിനാൻസിങ്ങും റീറ്റെയിൻഡ് ഏർണിങ്സ് വഴിയാണ് ചെയ്യണത്. അതുപോലെ തന്നെ ഫേമിന്റെ റിസ്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, കോൺസ്റ്റന്റ് കെയും അതുപോലെ തന്നെ ആറും കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അതും കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഫേമിന് ലൈഫ് പെർപെച്വൽ ലൈഫ് ഉണ്ട്, EPS-ലും DPS-ലും ചേഞ്ച് ഒന്നുമില്ല. ഇതെല്ലാം കണ്ടിന്യൂ ചെയ്തു, ഈ ഒരു മുൻപ് പറഞ്ഞ അതേ അസംഷൻസ് തന്നെയായി വരും. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്റർപ്രിട്ടേഷൻ, ആർ ഗ്രേറ്റർ ദാൻ കെ, ദെൻ ആർ ലെസ് ദാൻ കെ, ആർ ഇസ് ഈക്വൽ ടു കെ വന്നാൽ എന്താന്നുള്ളത് അതും നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് വരിക. ആർ ഗ്രേറ്റർ ദാൻ കെ ആണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ കുറയും, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറയുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ കൂടും. ദെൻ ആർ ലെസ് ദാൻ കെ ആണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ കൂടും, ഡിവിഡൻഡ് പേ ഔട്ട് കുറയുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ കുറയും. ദെൻ ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, ദെൻ ഇതിന്റെ ക്രിറ്റിസിസം, നേരത്തെ നമ്മൾ ഗോർഡൻ മോഡലിലുള്ള അതേ ക്രിറ്റിസിസം തന്നെയാണ് വരിക, എക്സ്റ്റേണൽ ഫിനാൻസിങ് ഇല്ല എന്നുള്ളത് പോസിബിൾ അല്ല. എല്ലാ കാലത്തും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേണും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇതൊക്കെയാണ് അതിൽ ലിമിറ്റേഷൻ ആയിട്ട് വരിക. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്, ദെൻ EPS തന്നിട്ടുണ്ട്, ദെൻ നേരത്തെ പോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ 3 സിറ്റുവേഷൻ ഉണ്ട്, ദെൻ പേ ഔട്ട് റേഷ്യോ 4 സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 12 സിറ്റുവേഷൻ വരും മൊത്തം. ഇതേപോലെ തന്നെ കോളം വരച്ച് കൊടുക്കാം. ഇക്വേഷൻ എടുത്ത് എഴുതി, ദെൻ ആറ് ആണ് 3 വരിക, ആ 3 കോളം കൊടുത്തു. ഇനി ഓരോ പേ ഔട്ട് റേഷ്യോ വരുന്ന കേസ് എടുക്കാം. ആദ്യത്തെ കേസ് 0% പേ ഔട്ട് വരുന്നതാണ്. 0% പേ ഔട്ട് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, ഈ D കാണണം, D. ഓക്കെ, D എന്ന് പറയുന്നത് 0 പേ ഔട്ട് ആണെങ്കിൽ ഡിവിഡൻഡ് എത്രയാ, 0. ഇപ്പൊ ഡിവിഡൻഡ് 0 ആണ്. ദെൻ ആറ് ഈ കോളത്തിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ 0 പ്ലസ് 6 എന്നുള്ള 16%-ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 0.16 ഡിവൈഡഡ് ബൈ കെ വരുന്നത് 0.10 മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ തന്നിട്ടുണ്ട് 12 മൈനസ് 0 ഡിവൈഡഡ് ബൈ 0.10. ദെൻ അടുത്തത് വന്നപ്പോൾ ഇവിടെ 8% ആയി, അപ്പൊ അവിടെ 8 കൊടുക്കാം. ദെൻ പിന്നെ വന്നപ്പോൾ ഇവിടെ 10 ആയി, അപ്പൊ അത് 10 കൊടുക്കാം. ബാക്കിയൊക്കെ മാറ്റില്ല. നമുക്ക് പ്രൈസ് കിട്ടി 192, 96, 120. അടുത്തത് നമ്മുടെ നെക്സ്റ്റ് സിറ്റുവേഷൻ, അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50% ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50% ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഏർണിംഗ് പെർ ഷെയർ 12 ആണ്. 12ന്റെ 50% പേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിഡൻഡ് എത്രയാ, 12 into 50/100 ആണ് ഡിവിഡൻഡ്. ഇപ്പൊ 12 into 50/100 ഡിവിഡൻഡ് കാണാം, 6 rupees ആണ് ഡിവിഡൻഡ്. അതേ നേരത്തെ പോലെ തന്നെ ആ ഇക്വേഷനിൽ D0 ഇട്ട് കൊടുത്ത് എന്ത് കൊടുക്കണം, 6 കൊടുക്കാം. D0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് ആറും കെയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രൈസ് കാണാം. 156, 108, 120.
ഇനി അടുത്തത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 75% വന്നു. അപ്പോൾ 12ന്റെ 75 ആണ് ഡി വരിക. 12 ഇൻറ്റു 75 100 എന്ന് പറയുമ്പോൾ 9 വരും. 9 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 9 പ്ലസ് 0.16 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 12 മൈനസ് 9 ഡിവൈഡഡ് ബൈ 0.10. ദെൻ 6 മാറ്റി കൊടുക്കുക. 8 കൊടുത്തു, ദെൻ 10 കൊടുത്തു, പ്രൈസ് കിട്ടി. ദെൻ ലാസ്റ്റ് സിറ്റുവേഷൻ ഡിവിഡൻഡ് പേ ഔട്ട് 100%. 100% ഡിവിഡൻഡ് പേ ഔട്ട് ആണെങ്കിൽ 12 ആണ് EPS. 12ന്റെ 100% ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ 12ഉം എന്ത് തന്നെയാണ്, ഡിവിഡൻഡ് ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദെൻ വാല്യൂ കിട്ടി. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 3 സിറ്റുവേഷനാണ് വരിക. R ലെസ് ദാൻ KE വരുന്നതുണ്ട്, R ലെസ് ദാൻ KE വരുന്നതുണ്ട്, R ഗ്രേറ്റർ ദാൻ KE വരുന്നുണ്ട്, ഈക്വൽ ടു KE വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ KE 10% ആണ്. ദെൻ ഇത് ഗ്രേറ്റർ ദാൻ KE, ഇത് ലെസ് ദാൻ KE, ഇത് ഈക്വൽ ടു KE. അപ്പോൾ നമുക്ക് ആദ്യം ഈക്വൽ ടു KE വരുന്ന സിറ്റുവേഷൻ ഒന്ന് നോക്കിയാൽ ലാസ്റ്റ് കോളം അവിടെ എല്ലാത്തിൻ്റെയും പ്രൈസ് 120 മാറ്റില്ല. ദെൻ അടുത്ത കേസ് നോക്കാം. ലെസ് ദാൻ KE വന്നപ്പോൾ സിറ്റുവേഷൻ നോക്കിയേ, 96 ആദ്യത്തെ കേസ്. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0% ആയപ്പോൾ ആദ്യം 98, പിന്നെ അത് 50 ആയപ്പോൾ 108 ആയി, 75 ആയപ്പോൾ അത് 114 ആയി, 100% ആയപ്പോൾ 120 ആയി. അപ്പോൾ R ലെസ് ദാൻ KE വരുന്ന സിറ്റുവേഷനിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുത്താലാണ് പ്രൈസ് കൂടുക. ദെൻ R ഗ്രേറ്റർ ദാൻ KE ആണെന്നുണ്ടെങ്കിലോ കുറവ് ഡിവിഡൻഡ് കൊടുക്കുമ്പോഴാണ് പ്രൈസ് ഗ്രേറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് വാൾട്ടേഴ്സ് മോഡൽ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ റെലവൻസ് മോഡൽ കേട്ടോ. ഇനി അടുത്തത് അതന്നെ ഈ പറഞ്ഞ കൺക്ലൂഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 3 സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, അതേ കൺക്ലൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് ലാസ്റ്റത്തെ തിയറി, തിയറി. ഇത് ഇറലവൻറ്റ് തിയറിയാണ്. ഇറലവൻറ്റ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്, മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ പറഞ്ഞിരിക്കുന്നത്, ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് ഫേമിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമാണ് ഫേമിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനെ എഫക്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അണ്ടർ പെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ ദ ഡിവിഡൻഡ് പോളിസി ഓഫ് എ ഫേം ഈസ് ഇറലവൻറ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. They argue that the value of the firm depends on the firm's earnings, and firm's earnings are influenced by its investment policy and not by the dividend policy. അപ്പോൾ ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് എഫക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഫേംസ് ഏർണിങ്സ്. ദെൻ ഫേമിന്റെ ഏർണിങ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അല്ലാതെ ഡിവിഡൻഡ് പോളിസിനെ അല്ല എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ കുറെ അസംഷൻ ഉണ്ട്. ഒന്നും പറഞ്ഞു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്, അത് തന്നെ ഒരു ലിമിറ്റേഷൻ ആണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് മിത്താണ് എന്നുള്ളത് നമ്മൾ മുൻപേ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും വരാം, വാങ്ങാം, വിൽക്കാം. ദെൻ ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യുക, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, അതൊക്കെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്ന പോയിന്റുകളാണ്. ദെൻ റിസ്ക്കും റിട്ടേൺ എന്താണെന്നുള്ള എല്ലാവർക്കും മുന്നേ കൂട്ടി അറിയാൻ പറ്റും. ദെൻ മാർക്കറ്റ് പ്രൈസിൽ ഒരു ഷെയർക്ക്, ഒരു ഇൻവെസ്റ്റർക്ക് മാത്രം അത് മാർക്കറ്റ് പ്രൈസിന് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റില്ല, ടാക്സ് ഇല്ല, റിസ്ക് ഇല്ല, ഇതൊക്കെയാണ് ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ് എന്നുള്ളതാണ് ഇതിന്റെ അസംഷൻ. ഇതിന്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് P1 വേണം. P1 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് 1. D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ്, മാർക്കറ്റ് ഡിവിഡൻഡ് ടു ബി റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് പീരീഡ് 1. K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞ തിയറി വെരിഫൈ ചെയ്യാൻ പോകുന്നത്, പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ഇതില് നമുക്കിപ്പോൾ ഈ പറഞ്ഞ P0 കിട്ടണമെന്നുണ്ടെങ്കിൽ P1 വേണം, D1 വേണം, KE വേണം. ഇനി ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ P1 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ P0യിൽ നിന്ന് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് P1 കിട്ടുക. P0 × 1 + KE - D1 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, P1 കിട്ടുക. ദെൻ അത് കഴിഞ്ഞ് അതിൽ നിന്ന് അവസാനം നമ്മൾ എന്ത് കാണണം, വാല്യൂ കാണണം. വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, N + M × P1. ദെൻ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് അടുത്ത ഇക്വേഷൻ. N കാണാനുള്ള ഇക്വേഷൻ ആണത്. N അല്ല, M കാണാനുള്ള ഇക്വേഷൻ. ഡെൽറ്റ N എന്ന് കൊടുത്തിരിക്കുന്നത് M ആണ് നമ്മുടെ ഇക്വേഷനിലെ M കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I - E - ND1 / P1.
Here M means the number of shares to be issued, I means investment required, and E earnings, then N number of shares outstanding. D1 നമുക്കറിയാം dividend paid at the end of the year. P1 എന്ന് പറയുന്നത് price at the end. അപ്പോൾ 3 സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇതിൽ ചെയ്യാം. ആദ്യം P0 കാണണം, then P0 വെച്ച് നമ്മൾ എന്ത് കാണണം? P1 കാണണം, then P1 ന് V കാണണം. V കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? M കിട്ടണം, എന്നാലാണ് V കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ ക്രിറ്റിസിസം നേരത്തെ ഞാൻ പറഞ്ഞു, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതാണ്. അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നൊക്കെ പറയണത് അതൊക്കെ പേരിനേ ഉള്ളൂ, ശരിക്കും ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ടാക്സ് ഉണ്ട്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി അതില്ല. അതുപോലെ തന്നെ റെലവെന്റ് ഇൻഫർമേഷൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കിട്ടും എന്ന് പറയുന്നത് അത് വെറുതെയാണ്. ഇതൊക്കെയാണ് അതിന്റെ ക്രിറ്റിസിസം വരിക. then നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൈരളി ഫിനാൻസ് ലിമിറ്റഡ് ഹാസ് 15,000 ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ എ ഡേറ്റ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർസിന്റെ എണ്ണം കിട്ടിയിട്ട് നമുക്ക് n is equal to 15,000. കറന്റ് ഇപ്പൊ ഷെയർ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 125. അപ്പൊ P0 തന്നിട്ടുണ്ട്, P0 is equal to 125. then it is expected that the firm would pay dividend of ₹5. അപ്പൊ D1 നെക്സ്റ്റ് ഇയറിൽ എന്ന് പറഞ്ഞേക്കണേ D1 ആണ് തന്നേക്കണേ 5. then the firm has project in hand requiring new investment 5 lakh. അപ്പൊ I കിട്ടി 5 lakh. then shareholdersന്റെ expected rate of return എന്ന് പറഞ്ഞാൽ എന്താണ്? അത് KE 12%. then the firm expected to have net profit തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട് 2,50,000. ഇതിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫേമിന്റെ വാല്യൂ കാണണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് കാണണം? നമ്മുടെ സ്റ്റേജസ് ഓർക്കുക. P0 തന്നിട്ടുണ്ട്, അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, P0 തന്നിട്ടുണ്ട്. then P1 കണ്ടുപിടിക്കുക. P1 കാണണമെങ്കിൽ നമുക്ക് എന്തറിയണം? P0 into 1 plus KE minus D1. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ P0യുടെ എത്ര? 125 into 1 plus KE 0.12 minus D1 5. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P1ന്റെ വാല്യൂ 135 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് വാല്യൂ കാണലാണ്. വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് എന്താ കാണണം? M കിട്ടണം. M കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ M കാണാനുള്ള ഇക്വേഷൻ എടുത്ത് എഴുതി. I minus E minus ND1 divided by P1. ഇവിടെ I 5 lakh ആണ് വരിക. 5 lakh minus E 2,50,000 minus N 15,000 into D1 എന്ന് പറയുമ്പോൾ 5. all divided by P1. P1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 135. ഓക്കെ, then അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. M ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്ന് വാല്യൂ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? 2,407.4. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് N കിട്ടി. N അല്ല, M is equal to, അതായത് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി വാല്യൂ കാണാം. തേർഡ് സ്റ്റെപ്പ് വാല്യൂ കാണാം. വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? N plus M into P1. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, അത് നമുക്ക് തന്നിട്ടുണ്ട് 15,000 പ്ലസ് M നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 2,407.4 മൾട്ടിപ്ലൈഡ് ബൈ P1 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 135. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഫേമിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി? നമുക്ക് 2,35,000 അപ്രോക്സിമേറ്റ്ലി എന്ന് കിട്ടി. 2 lakh അല്ല കേട്ടോ, 23,50,000 ആണ്. കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതാണത്. 23,50,000 ആണ് നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ വന്നിരിക്കുന്നത്. then ഇനി ഇതേ കേസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ നമ്മൾ പറഞ്ഞേക്കണത് ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഫേമിന്റെ വാല്യൂവിൽ മാറ്റമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് ഫേമിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഡിവിഡൻഡ് കൊടുക്കാതെ അല്ലെങ്കിൽ ഡിവിഡൻഡ് 0 ആയിട്ട് ഇട്ടുകൊണ്ട് ഇതേ ചെയ്ത കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഡിവിഡൻഡ് 0 ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അത് റിപ്പീറ്റ് ചെയ്യണത് എന്തിനാ? ഫേമിന്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല എന്ന് തെളിയിക്കാനാണ്. ഓക്കെ, then ഡിവിഡൻഡ് പേ ചെയ്യാതെ വീണ്ടും നമ്മൾ ഈ ചെയ്ത അതേ സ്റ്റെപ്സ് കൊടുക്കുക. വാല്യൂ ഓഫ് ഫേം ആൻഡ് ഡിവിഡൻഡ്സ് ആർ നോട്ട് പെയ്ഡ്. ഓക്കെ, അപ്പൊ ഇവിടെ D1 എന്ത് കൊടുത്തു? 0 കൊടുത്തു. D1 0 കൊടുത്ത് ഫേമിന്റെ വാല്യൂ കാണാം. അപ്പൊ നമുക്ക് കിട്ടി P1 140. then അടുത്തത് എന്ത് കാണാം? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് M കാണാം. I minus E minus ND1 divided by P1. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ P1 എന്നുള്ള 140 കൊടുത്തു, D എന്നുള്ളടത്ത് 0 കൊടുത്തു, ബാക്കിയൊന്നും മാറ്റല്ലേ. നമുക്ക് എന്ത് കിട്ടി? 1,785.71 എന്ന് കിട്ടി. then വാല്യൂ കാണാം. വാല്യൂ is equal to N plus M into P1.
15,000 പ്ലസ് ഇവിടെ ഇതാണ് വാല്യൂ 1785.71 into 140. വീണ്ടും നമുക്ക് വാല്യൂ എന്ത് തന്നെ കിട്ടി? ഫേമിന്റെ വാല്യൂ 23,50,000 തന്നെ ഫേമിന്റെ വാല്യൂ കിട്ടി അപ്രോക്സിമേറ്റ്ലി. അപ്പൊ രണ്ടും ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഫേമിന്റെ വാല്യൂവിൽ മാറ്റമില്ല എന്നുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ ആ ഒരു ഇറലവൻസ് കൺസെപ്റ്റ് ഇവിടെ വെരിഫൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. Okay, that's all about irrelevance theory. Okay, thank you.